ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ അറിയാലോ എപ്പോഴുള്ള ആളാണ് വിജേഷയുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്ത് ലുലു മാളിൻ്റെ അടുത്തായിട്ട് ഒരു ടൈറ്റാനിക് എക്സ്പോ നടക്കുന്നുണ്ട്. കുറേ നാളായി തുടങ്ങിയിട്ട്, കുറേ നാളായി വരണമെന്ന് വിചാരിക്കുന്നു. വിജേഷയുടെ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയാണ്. നമ്മൾ ഫാമിലി ഫുള്ളുണ്ട്. അതായത് ഞാനും വൈഫ് കൊച്ചുണ്ട്, പിന്നെ വിജേഷയുടെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ അവിടെ ക്യൂ ഉണ്ടോ എന്ന് അറിയില്ല. ഇനി അങ്ങോട്ട് പോയി നോക്കാം. എമൗണ്ടൊക്കെ എത്രയാണെന്ന് അറിയില്ല. പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും ഇതിനകത്ത് ടൈറ്റാനിക് നമ്മൾ ആ സിനിമ കണ്ട കപ്പലിന്റെ അതേ സംഭവങ്ങൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്തായാലും വന്ന് നോക്കാന്നുള്ള ഒരു പ്ലാനിൽ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ആ രീതിക്ക് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ഒന്നും അറിയില്ല. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയ് 10 മുതലാണ് തുടങ്ങിയത്. എത്ര ഡേറ്റ്? സോറി, ഏപ്രിൽ 10 മുതൽ. അല്ല, എത്ര ഡേറ്റ് ഏതുവരെ അത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ആ സമയത്ത് ഇവിടെ ഇത് സ്റ്റോപ്പ് ആവാമായിരിക്കും, അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും ഈ വീഡിയോയിലൂടെ കാണാം. അതെ അതെ. ആ ടൈറ്റാനിക് എക്സ്പോ നടക്കുന്നതിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് നമ്മളുള്ളത്. അത് ഇവിടെ നിന്ന് ടൈറ്റാനിക്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും. ആ ടൈപ്പ് പോലെ കാണുന്നത് ഇവിടെ തിരുവനന്തപുരം ലുലു മാളിൻ്റെ അടുത്ത് ഉള്ള ഈ വേൾഡ് മാർക്കറ്റിനകത്താണ് ഈ ടൈറ്റാനിക് എക്സ്പോ നടക്കുന്നത്. മുമ്പ് നമ്മൾ കലാകൗമുദി ഫസ്റ്റ് കാണാൻ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ടൈറ്റാനിക് എക്സ്പോ നടക്കുന്നത്. ഈ ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാവരും ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ തന്നെ പുറകിലോട്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് വേൾഡ് മാർക്കറ്റിൻ്റെ സൈഡിലായിട്ട് ചീര കൃഷി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തന്നെ പുറക് സൈഡിലോട്ടൊക്കെ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. രണ്ടുപേരേൽ ക്യാഷും കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായോ എന്തോ, അങ്ങോട്ട് പോയി നോക്കാം. ഈ കാണുന്നതാണ് എക്സ്പോയുടെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും 100 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് GST അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കറുത്ത് കയറി കിടപ്പുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെയാണ് എൻട്രി വരുന്നത്. എൻട്രിയിൽ കയറി നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ DJ അമ്യൂസ്മെൻറ്റ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക് സിനിമ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിനിമയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് കപ്പലിൻ്റെ മാതൃകയും അതിനകത്തൂടെ നടക്കുന്ന വഴിയും അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ്. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ് യാത്ര തുടങ്ങിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. എന്നാൽ 1912 ഏപ്രിൽ 15 അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ടൈറ്റാനിക് മഞ്ഞുമലയിടിച്ച് മുങ്ങിയത്. ഞാൻ എൻ്റെ മോളിൽ കയറുന്നു. എഡ്വേർഡ് ജോൺ സ്മിത്ത് ആയിരുന്നു ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താൻ. എന്നാൽ ഇതിപ്പോൾ ഈ ടൈറ്റാനിക് കേശു ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാണ്. ഇതിൽ രണ്ടുപേരും കുറച്ചുകൂടെ കുഞ്ഞായിരുന്നപ്പോഴത്തേന് പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് അറിവായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മീറ്റപ്പാണ് ഇവരുടെ. ഇത് മഞ്ഞുമലയിൽ ഇടിച്ചായിരിക്കുമല്ലോ, വെള്ളം കയറിയായിരിക്കും ചോളം. നമ്മൾ വന്നപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില ഭാഗത്തൊക്കെ ടൈറ്റാനിക്കിനകത്ത് ചില ഭാഗത്ത് കയറുമ്പോഴത്തേന് ചിലയിടത്ത് വെള്ളച്ചോർച്ചയൊക്കെ കാണുന്നുണ്ട്. മഞ്ഞുമലയിൽ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് വെള്ളം കയറുമെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോയിൽ പല ഭാഗത്തും ഒറിജിനൽ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലിനകത്ത്, അതായത് ഈ ടൈറ്റാനിക് എക്സ്പോ നടക്കുന്ന ഇതിനകത്ത് പല ഭാഗത്തും ഈ ടൈറ്റാനിക് സിനിമയുടെ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്.
അത് പക്ഷേ മ്യൂട്ട് ചെയ്യാതിരുന്ന എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ മ്യൂസിക്കോട് കൂടി നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ മാസം, അതായത് മെയ് 18-ാം തീയതിക്ക് മുമ്പ് വന്നാൽ ഇതെല്ലാം ഡയറക്റ്റ് കാണാൻ പറ്റും. 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് നമ്മളിവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ എക്സ്പോയിൽ അത്യാവശ്യം വലിയൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. കേശുവും ടുട്ടും കൂടെ ജാക്കും ജോണിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഫോട്ടോ ഷൂട്ടാണ്. അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാമല്ലോ, നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവർക്ക് തന്നെ കാണാമല്ലോ അല്ലേ. എക്സ്പോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതുപോലെ ടൈറ്റാനിക്കിൻ്റെ കുറേ ഡീറ്റെയിൽസ്, പേപ്പർ കട്ടിങ്സ്, ഫോട്ടോസ്, അതിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ആൾക്കാരുടെ ഫോട്ടോ, ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുടെ ഫോട്ടോ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. Look out here for me, thanks. I really like it much. And where exactly do you live, Mr. Dawson? Yes, ma'am, I do. Got everything I need right here with me. Got air in my lungs and a few blank sheets of paper. Man, we're waking up in the morning not knowing what's going to happen. ടൈറ്റാനിക് മുങ്ങിപ്പോയതിന് ശേഷം ഇപ്പോഴുള്ള അതിൻ്റെ ഒരു അവസ്ഥയുടെ ഫോട്ടോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ഒരു കുഞ്ഞു മാതൃക ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് എക്സ്പോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ ഇങ്ങനെ കുറേ ഷോപ്പുകളുള്ള ഒരു ഏരിയയിലേക്കാണ്. കുറേ ഐറ്റംസ് വാങ്ങാൻ, അങ്ങനെയുള്ള വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ആ ഷോപ്പിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഇങ്ങനെ ഒരു വീണ്ടും കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള ആ റൗണ്ടിന് കറങ്ങുന്നതും ഈ ജൈൻ വീല് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഉണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഇന്ന് കണ്ട ഈ ഫെസ്റ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 18-ാം തീയതി വരെയാണ് ഫെസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നിൽക്കുകയാണ്, എക്സിറ്റിലാണുള്ളത്. നിങ്ങൾ ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിൽ വന്ന് കാണുക. 100 രൂപയാണ് ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക്. 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ.